കർക്കിടക മാസമൊക്കെ തുടങ്ങിയില്ലേ, നമുക്കൊരു ഉലുവക്കഞ്ഞി ഉണ്ടാക്കിയാലോ? ഞാൻ ഉണ്ടാക്കുന്ന ഉലുവക്കഞ്ഞി എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ആദ്യം ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ ഉലുവ എടുത്തിട്ടുണ്ട്. അത് നന്നായി കഴുകി പുതർത്തിയതാണ്, സോക്ക് ചെയ്തെടുത്തതാണ്. അത് നമുക്ക് ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ സോക്ക് ചെയ്ത ഉലുവ നമുക്ക് ഇതിലേക്ക് ഇടാം. പിന്നെ ഞാൻ നവരയുടെ അരിയാണ് എടുക്കുന്നത്. ഏതാണ്ട് ഒരു 1.5 ടേബിൾ സ്പൂണോളം നവര അരി എടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് കുറച്ചേറെയും കുറഞ്ഞും കൂടുതൽ ഉലുവ ഉണ്ടാവുന്നതാണ് നല്ലത്. അപ്പോൾ പിന്നെ എടുക്കുന്നത് ഗോതമ്പ് റവയാണേ. അപ്പോൾ ഗോതമ്പ് റവയും ഞാൻ ഏതാണ്ട് ഒരു സ്പൂണോളം, ഒരു ടേബിൾ സ്പൂണും കുറച്ചുകൂടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടെ ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് നമുക്ക് ഈ ഉലുവേൻ്റെ കൂടെ ഇട്ടിട്ട് വേവിക്കാം. കഴുകിയ നവരരിയും ഗോതമ്പ് റവയും ഇട്ടിട്ടുണ്ട്. ഗോതമ്പ് ഒരു നുറുക്കിയ ഗോതമ്പാണേ. ഏതാണ്ട് ഒരു കപ്പോളം വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് ഒരു 5-6 വിസിൽ വേണം. കാരണം ഇത് ഞാൻ ഓവർനൈറ്റാണ് സോക്ക് ചെയ്യാറ്. അതിനുശേഷം രാവിലെ എടുത്തിട്ടാണ് വെക്കാറ്. അപ്പം എന്തായാലും ഒരു 5-6 മണിക്കൂർ അത് സോക്ക് ചെയ്യണം. അപ്പോൾ ഇത് നമുക്ക് ഉപ്പൊന്നും ഇട്ടിട്ടില്ല. ഇപ്പം നമുക്കൊരു 5-6 വിസിൽ എടുക്കാം. നമ്മുടെ ഉലുവയും അരിയൊക്കെ ഇട്ട് നന്നായിട്ട് വെന്തിട്ടുണ്ടാവണം. നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നന്നായി വെന്തിട്ടുണ്ട്. നമുക്കിത് എന്തായാലും ഇതൊരു പരമ്പരാഗതമായ വിഭവമല്ലേ, നമുക്കതൊന്ന് ചട്ടിയിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനിവിടെ ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കുഞ്ഞ് ചട്ടിയിലേക്ക് ഇടാം. അപ്പോൾ ഇത് ചട്ടിയിലിട്ടിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പം ഇതിന് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഗ്യാസ് ഓൺ ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു നുള്ളു ഉപ്പിടാം. അത് രുചി ക്രമീകരിക്കാനാണ്. ഒരു നുള്ളു ഉപ്പിടാം. ശേഷം നമുക്ക് ശർക്കര ഇടാം. ശർക്കര കറുത്ത ശർക്കരയാണെങ്കിൽ ഇത് കാണാൻ നല്ല ഭംഗിയുണ്ടാവും. എൻ്റെ കയ്യിലിപ്പോൾ ഒരച്ച് ശർക്കരയൊക്കെ മതി കേട്ടോ. ഞാനാകെ 2 സ്പൂണൊക്കെ ഏതാണ്ട് 1.5 സ്പൂൺ വെച്ചിട്ടാണ് എടുത്തത്. അപ്പോൾ അധികം മധുരം വേണ്ടെങ്കിൽ നമുക്ക് ഒരു വലിയ ശർക്കര അച്ചിട്ടാൽ മതി. ഇപ്പോൾ ഞാനിവിടെ ഇതൊരു ചെറിയ ഒരു കഷ്ണം കൂടെ ഇട്ടുന്നുണ്ട്. നല്ല ബ്ലാക്ക് ശർക്കരയാണെങ്കിൽ നല്ല ഭംഗി, നല്ല കളറുണ്ടാവും. അപ്പോൾ ഇതൊന്ന് ഇവിടുന്ന് തിളക്കട്ടെ കേട്ടോ, പാകാവട്ടെ. നമ്മുടെ ഉലുവക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ശർക്കരയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്തിടാം കേട്ടോ. തേങ്ങാക്കൊത്തല്ല, തേങ്ങ രാഗിയത്, അതൊന്നിട്ട് കൊടുക്കാം. ഇതൊക്കെ ഓപ്ഷണലാണ്. ഇഷ്ടമുള്ളവർക്ക് തേങ്ങ രാഗിയിട്ടിടാം. ഞാനിതിൽ തേങ്ങ രാഗിയതും അതുപോലെ തന്നെ തേങ്ങയുടെ പാലും ഒഴിക്കുന്നുണ്ട് കേട്ടോ. അത് ഓരോരുത്തരുടെയും താല്പര്യം. ഒന്നുകിൽ തേങ്ങ രാഗിയത് മാത്രം ഇടാം, അല്ലെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങയൊക്കെ ഇട്ട് ഉലുവക്കഞ്ഞി നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. നമ്മൾ അവസാനമായിട്ട് ഇതിലേക്ക് ഇടാൻ പോണത് ഇത് കുറച്ച് മരുന്ന് പൊടിയാട്ടോ. ഞാൻ പൊടിച്ച് വെച്ചതാണ്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് പറയാം. ഇതിൽ ചുക്കുണ്ട്, പിന്നെ ഏലക്കായ ഇട്ടിട്ടുണ്ട്, പിന്നെ ജീരകമുണ്ട്, പിന്നെ ആശാളി, ശതൂപ്പ, അയമോദകം. ഇത്രയും സാധനം ഈക്വലായിട്ട് എടുത്തിട്ട് പൊടിച്ച് വെച്ചതാണ് ഇത്. അപ്പോൾ അത് ഞാൻ ഏകദേശം 7 ദിവസത്തേക്കായിട്ട് ഞാൻ പൊടിച്ചു വെച്ചതാണ്. അപ്പോൾ അതിലേതാണ്ട് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഇടാം. എനിക്ക് ഇതിൻ്റെ സ്വാദ് ഇഷ്ടമാണ്, അതുകൊണ്ട് നന്നായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ പൊടീൻ്റെ കൂടെ ചുക്ക് വേറെയുള്ളത്, അപ്പോൾ കുറച്ച് ചുക്ക് പൊടി കൂടെ ആഡ് ചെയ്തു. പിന്നെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിന് ശേഷമാണ് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കുന്നത്. തേങ്ങാപ്പാൽ ഓപ്ഷണലാണ്. ആവശ്യമുള്ളവർക്ക് അതൊഴിക്കാം, ഇല്ലാതെയും ഇങ്ങനെയും നല്ല സ്വാദുണ്ട്. ഞാൻ എപ്പോഴൊന്നും ഒഴിക്കാറില്ല. ചിലപ്പം ഇന്നിപ്പം നിങ്ങളെ കാണിക്കുകയല്ലേ വെച്ചിട്ട് ഒന്ന് തേങ്ങാപ്പാലൊക്കെ എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഔഷധക്കൂട്ടുകളൊക്കെ ഇടുമ്പോൾ ഇല്ലേ, നല്ല സ്മെല്ലാണ് കേട്ടോ. അത് ഇഷ്ടമുള്ളവർക്ക് നല്ല രസമാണ്. അപ്പോൾ കട്ടിയിലെടുത്ത തേങ്ങാപ്പാലാണേ ഒഴിക്കുന്നത്. അപ്പോൾ അതുകൂടെ ഒഴിച്ചു. തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം കൂടുതൽ തിളയ്ക്കേണ്ട. പക്ഷേ ഞാൻ ഒരു സാധനം കൂടി അതിൻ്റെ കൂടെ ഇടാറുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് വേറൊന്നുമല്ല, ഒരിത്തിരി നെയ്യാണേ. അപ്പോൾ അതുകൂടെ ഇട്ടിട്ട് ഒന്ന് തിളച്ചിട്ട് നമുക്ക്
കഴിക്കാം കേട്ടോ. അപ്പോൾ ഇത് സേവിങ് ബൗളിലേക്ക് ഒഴിച്ചിട്ട് കാണാം. എന്താ അത് ആവി വറുക്കുന്നതല്ലേ? അപ്പോൾ ഇത് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് കുടിച്ചാലോ? ബൈ.